നിനക്ക് എന്റെ ഈഗോയാണോ? സോറി എങ്കിലും പറയായിരുന്നില്ലേ? ഇത്രയും നാള് നീ ഒരു കഴിവില്ലാത്തവനാണെന്ന് കരുതി. അപ്പൊ നീ ഒരു സാഡിസ്റ്റ് കൂടിയാണെന്ന് തെളിയിച്ചു. ഇനി ഞാൻ എന്ത് പറയും ഗൗതത്തിനോട്? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. പ്രയാഗ അവിടെ നിന്നും ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ് രേണുകയും കാവ്യയും പ്രയാഗയുടെ വരവും കാത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ അവനെ കല്യാണം കഴിച്ചു. ഇപ്പൊ നിന്റെ അവസ്ഥ നോക്ക്. അവന്റെ തനി സ്വഭാവം ഇപ്പൊ കണ്ടല്ലോ. പ്രയാഗ അമ്മ പറയുന്നത് ശ്രദ്ധിക്കാതെ തന്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയതും കാവ്യ അവളെ തടഞ്ഞു. പ്രയാഗ, നീ ഒന്ന് നിൽക്ക്. ഞാൻ ഗൗതത്തിനോട് സംസാരിച്ചിരുന്നു. അവൻ നിന്നെ ഇപ്പോഴും സഹായിക്കാൻ റെഡിയാ. പക്ഷേ ഒരൊറ്റ കണ്ടീഷനുണ്ട്. നീ അർജുനെ ഡിവോഴ്സ് ചെയ്ത് ഗൗതത്തിനെ കല്യാണം കഴിക്കണം. നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഗൗതം പരിഹരിക്കും, ഉറപ്പ്. പ്രയാഗ കാവ്യയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. നീ എന്തിനാ അവളെ നോക്കി പേടിപ്പിക്കുന്നേ? കാവ്യ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഗൗതത്തിന് എല്ലാം ഉണ്ട്. കാണാനും കൊള്ളാം, കയ്യിൽ നല്ല കാശും ഉണ്ട്.